പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിനക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? 1 കൊറിന്തോസ് 4:7. സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യക്കാരോട് അഹങ്കാരത്തെ പറ്റി സംസാരിക്കുകയാണ്. അഹംഭാവം അത് മനസ്സിന്റെ ഒരു ഭാവമാണ്. അത് മനുഷ്യരുടെ ഉള്ളിലാണ്, ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അഹംഭാവം എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എനിക്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ. ഒരു പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് പലതുമുണ്ട്, കുറവുകൾ ഉൾപ്പെടെ. തീർച്ചയായിട്ടും നമുക്ക് കഴിവുകളും പ്രത്യേകതകളും ഉണ്ട്. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നമുക്കുണ്ടായിരിക്കാം. പക്ഷേ മറ്റുള്ളവരും അതുപോലെ തന്നെയാണ്. നമുക്കില്ലാത്തത് അവർക്കുണ്ട്. ദൈവം അങ്ങനെയാണ് ഓരോ മകനെയും മകളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളെ പോലെ വേറൊരാളെ ദൈവം ഈ ഭൂമിയിൽ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല, ഇനി സൃഷ്ടിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൈവിരൽ അടയാളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്? ഓരോരുത്തരുടെയും കയ്യൊപ്പ്, ഓരോരുത്തരുടെയും ശരീരം പോലും വ്യത്യസ്തമായിട്ടാണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നാം വിസ്മരിക്കരുത്. അതാണ് പൗലോസ് ചോദിക്കുന്നത്. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ദാനമായിട്ട് ദൈവം നൽകിയതേ നമുക്കുള്ളൂ. നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ഈ ശരീരം, നമ്മുടെ ആയുസ്, നമ്മുടെ കഴിവുകള്, നമ്മുടെ സാഹചര്യങ്ങള്, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കള്, സമ്പത്ത് എല്ലാം എങ്ങനെയാണ് നമുക്ക് വന്നു ചേർന്നത്? ഇതൊക്കെ നമ്മൾ പിടിച്ചു വാങ്ങിയതാണോ? ചോദിച്ചു വാങ്ങിയതാണോ? തിരഞ്ഞെടുത്തതാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം മറന്നുകൊണ്ട്, മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മൾ അവരെക്കാൾ പ്രത്യേകതയുള്ളവരാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്തിനാണ് നാം അഹങ്കരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ കൊരിന്ത്യക്കാരോട് മാത്രമല്ല, ദൈവം നാം ഓരോരുത്തരോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? 8-ാമത്തെ വചനത്തിൽ പൗലോസ് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരായെന്നോ? നിങ്ങൾ സമ്പന്നരായെന്നോ? ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ? സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള വസ്തുത നാം മറന്നു പോകുമ്പോഴാണ് നാം മറ്റുള്ളവരെക്കാൾ കേമന്മാരാണ്, കേമികളാണ്, സമ്പന്നരാണ്, കഴിവുള്ളവരാണ്, മേന്മയുള്ളവരാണ് എന്നൊക്കെ നാം ചിന്തിക്കുന്നത്. അത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്, നമ്മുടെ അറിവുകേട് കൊണ്ടാണ്, അന്ധകാരം നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. നമുക്കുള്ളത് ദാനമാണെങ്കിൽ ദാനമായിട്ട് നൽകിയവന് ഏത് നിമിഷവും ഇതെല്ലാം തിരിച്ചെടുക്കാം.
ആ ഒരു ഓർമ്മയിൽ ജീവിക്കുവാൻ, എളിമയോടുകൂടി ജീവിക്കുവാൻ, പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും ഏറ്റുപറയുവാൻ സർവശക്തനായവൻ എനിക്കെല്ലാം നൽകി, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട്, അതരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.